IPLന്റെ ആദ്യ പതിപ്പ് കഴിയുമ്പോൾ ക്വാളിഫയറിലേക്ക് 4 ടീമുകൾ. IPL 18ാം സീസണിൽ എന്തുകൊണ്ടും യോഗ്യരായ 4 ടീമുകൾ. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതുവരെ IPL കിരീടത്തിൽ മുത്തം വെക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് ടേബിൾ ടോപ്പേഴ്സായ ആദ്യ 2 ടീമുകൾ. നമുക്ക് അവരിലേക്ക് തന്നെ പോവാം. ആദ്യം വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലിറങ്ങുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിലിറങ്ങുന്ന പഞ്ചാബ് കിങ്സ് 11. മിന്നും ഫോമിലാണ് അയ്യരുടെ നേതൃത്വത്തിലുള്ള കിങ്സ് 11 പഞ്ചാബ്. ഈ വർഷത്തെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ആരെന്ന ചോദ്യത്തിന് 1ാം സ്ഥാനത്ത് ടീമിനെ എത്തിച്ച ശ്രേയസ് അയ്യരുടെ പേരല്ലാതെ വേറെ പേരില്ല പറയാൻ. ആദ്യമായാണ് കിങ്സ് 11 പഞ്ചാബ് 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നത്. ബാറ്റിംഗ് കൊണ്ടും ബോളിംഗ് കൊണ്ടും എതിരാളികളെ അടിച്ചമർത്തിക്കൊണ്ട് തന്നെയാണ് ടേബിൾ ടോപ്പിൽ 1ാമതായി നിൽക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ജയിക്കാൻ വേണ്ടി ഏതടവും സ്വീകരിക്കുന്ന റിക്കി പോണ്ടിങ്ങിൻ്റെ കീഴിലാണ് കിങ്സ് 11 പഞ്ചാബ് ഈ വർഷം ഇറങ്ങിയത്. മിന്നും ഫോമിലുള്ള അയ്യരെയും സംഘത്തെയും നേരിടാനിറങ്ങുന്നത് വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലിറങ്ങുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വിരാട് കോഹ്ലി തന്നെയാണ് അവരുടെ രാജാവ്. കിങ്സ് 11 പഞ്ചാബിൻ്റെ ഏറ്റവും വലിയ എതിരാളി തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. മിന്നും ഫോമിൽ കളിക്കുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ബാറ്റിങ്ങിലും ബോളിങ്ങിലും മറ്റ് സീസണിനെ അപേക്ഷിച്ച് അതിശക്തരാണ്. ബാറ്റിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, ജിതേഷ് ശർമ്മ, രജത് പട്ടീദാർ, ജേക്കബ് ബേത്തൽ, ഷെഫേർഡ് എന്നിവരെ തന്നെ മുൻകൂട്ടിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇറങ്ങുന്നത്. IPL 18ാം സീസണിൻ്റെ ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കിങ്സ് 11 പഞ്ചാബും ഏറ്റുമുട്ടുമ്പോൾ അതൊരു വലിയ മത്സരം തന്നെയായിരിക്കും. ആദ്യ ക്വാളിഫയറിൽ തോൽവി നേരിടുന്ന ടീമിന് 2ാം ക്വാളിഫയറിൽ വിജയിക്കുന്നവരുമായി മത്സരിച്ച് അവിടെ വിജയിച്ചാൽ വീണ്ടും ഫൈനലിലേക്ക് കയറാം. നാളെ രാത്രി 7:30 മഹാരാജാസ് സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കിങ്സ് 11 ഏറ്റുമുട്ടുമ്പോൾ ആരുടെ മുഖത്താണ് ചിരി പടരുക, ആരുടെ മുഖത്താണ് ദുഃഖം പടരുക എന്ന് കണ്ടു തന്നെ അറിയണം.